2026 ഫെബ്രുവരി 9 സിറാജ് എഡിറ്റോറിയൽ. വിദേശത്ത് പഠിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കണം. വിദ്യാഭ്യാസത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് പലപ്പോഴും അറിവിന്റെ വാതിലുകളല്ല, വിവേചനവും അരക്ഷിതാവസ്ഥയും അതിക്രമവുമാണ്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു. റഷ്യയിലെ ബാർക്കോർട്ടോസാൻ റിപ്പബ്ലിക്കിലെ കോളേജിൽ കഴിഞ്ഞ ദിവസം തദ്ദേശീയനായ വിദ്യാർത്ഥിയുടെ കത്തിപ്രയോഗത്തിൽ 4 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അക്രമം തടയാനുള്ള ശ്രമത്തിനിടെ 2 പോലീസുകാരും പരുക്കേറ്റ് ചികിത്സയിലാണ്. 2024 മെയ് 13 കിർഗിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കെക്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് വിദ്യാർത്ഥികൾ തദ്ദേശീയ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിനിരയായിരുന്നു. ഹോസ്റ്റലുകളിൽ അതിക്രമിച്ചു കയറിയാണ് ആക്രമണം നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതാണ്. 2018 2025 ഇടയിൽ കാനഡയിൽ 17 അമേരിക്കയിൽ 9 ആസ്ട്രേലിയയിൽ 3 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം അസറുദ്ദീൻ ഉവൈസിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് വെളിപ്പെടുത്തിയിരുന്നു. പഠനത്തിനായി ദശലക്ഷങ്ങൾ ചെലവിട്ട് അന്യരാജ്യങ്ങളിലെത്തുന്ന കുട്ടികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കടുത്ത ഭീതിയിലായെത്തുന്നതാണ് ഇത്തരം വാർത്തകൾ. യുദ്ധഭൂമിയിലോ അസ്ഥിര രാജ്യങ്ങളിലോ അല്ല ആക്രമണങ്ങൾ നടക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരെന്നും ജനാധിപത്യ വ്യവസ്ഥകളെ പിന്തുടരുന്നവരെന്നും അവകാശപ്പെടുന്ന രാജ്യങ്ങളിലാണ്. കേവലം കുറ്റകൃത്യമല്ല, വംശീയതയും വിദേശവിരോധവും ചേർന്ന ഘടനാപരമായ ഒരു പ്രതിസന്ധിയാണിത്. മത്സരാധിഷ്ഠിതമായ തൊഴിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ വിദേശ വിദ്യാർത്ഥികൾ ഭീഷണിയായി വിലയിരുത്തപ്പെടുകയും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവസരം കവർന്നെടുക്കുന്ന വിദേശികൾ എന്ന പ്രചാരണം ആക്രമണത്തിന് പ്രചോദനമാകുമ്പോൾ ആദ്യ ഇരകളാകുന്നത് നിറം കുറഞ്ഞവരും ഏഷ്യൻ വംശജരുമായ വിദ്യാർത്ഥികളാണ്, വിശിഷ്യ ഇന്ത്യൻ വിദ്യാർത്ഥികൾ. ഇക്കാര്യത്തിൽ ഒന്നാമതായി പ്രതിക്കൂട്ടിൽ കയറേണ്ടത് അതാത് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളും സർവകലാശാല അധികൃതരുമാണ്. ക്യാമ്പസുകളിലും വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലുകളിലും സുരക്ഷ ഉറപ്പാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. ഭരണകൂടങ്ങളുടെ അനുമതിയോടെ നിയമപരമായി തങ്ങളുടെ രാജ്യത്ത് പഠനം നടത്തുന്ന പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നിയമസഹായം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വവും അവർക്കുണ്ട്. ഫീസ് വാങ്ങി കോളേജുകളിൽ അഡ്മിഷൻ നൽകിയാൽ മാത്രം പോരാ, ജീവനും മാനവും സംരക്ഷിക്കപ്പെടുകയും വേണം. വിദേശ സർവകലാശാലകളുടെ സാമ്പത്തിക ഘടനയ്ക്ക് വലിയ പിന്തുണ നൽകുന്നവരാണ് വിദേശ വിദ്യാർത്ഥികൾ. ഉയർന്ന ഫീസ് നൽകിയാണ് അവർ അതാത് രാജ്യങ്ങളിൽ കോളേജ് അഡ്മിഷനും താമസ സൗകര്യങ്ങളുമെല്ലാം നേടിയെടുക്കുന്നത്. ഫീസ് വാങ്ങുമ്പോൾ സ്വാഗതം, ജീവൻ അപകടത്തിലാകുമ്പോൾ അവഗണന എന്ന നയമരുത്. ഇന്ത്യൻ സർക്കാരിന്റെയും വിദേശ മന്ത്രാലയത്തിന്റെയും ഇടപെടലുകളിലും പോരായ്മകളുണ്ട്. പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുകയോ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകുകയോ ചെയ്യുന്നില്ല. വിദേശത്തെ ഇന്ത്യൻ എംബസികൾ വിദ്യാർത്ഥികളുമായി ബന്ധം പുലർത്തുന്നതിൽ പിന്നിലാണെന്ന പരാതി വ്യാപകമാണ്. വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളും സർക്കാരിൻ്റെ പക്കലില്ല. ഇത് ദുരന്തഘട്ടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ ഹെൽപ്പ് നമ്പറുകൾ പ്രവർത്തിക്കാത്തതും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള മെല്ലെപ്പോക്കും വിദ്യാർത്ഥികളെ പ്രയാസത്തിലാക്കുന്നു. ഇന്ത്യയുമായി സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങളുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുമ്പോൾ പോലും ആ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്താനാകുന്നില്ല. കേവലം അപലപിക്കുന്നതിലൂടെ മാത്രം പരിഹരിക്കപ്പെടുകയില്ല ഇത്തരം അക്രമങ്ങൾ. ഓരോ രാജ്യത്തെയും ഇന്ത്യൻ ഹൈക്കമ്മീഷനുകൾ വിദ്യാർത്ഥികളുമായി സുരക്ഷയ്ക്കായി പ്രത്യേകം സുരക്ഷാ സെല്ലുകൾ രൂപവൽക്കരിക്കുകയും പ്രാദേശിക പോലീസുമായി ചേർന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ താമസിക്കുന്ന മേഖലകളിൽ നിരീക്ഷണം നടത്തുകയുമാണ് ഇതിനൊരു പരിഹാരമാർഗം. അക്രമത്തിനിരയാകുന്നവർക്ക് നിയമ പോരാട്ടത്തിന് നിയമപരവും സാമ്പത്തികവുമായ സഹായം ഉറപ്പാക്കുകയും വേണം. വിദേശത്ത് പോകുന്നവർ സർക്കാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കുകയും കൃത്യമായ ഇടവേളകളിൽ അവരുമായി ആശയവിനിമയം നടത്തുകയും വേണം. വിദേശ പഠനം മിക്ക വിദ്യാർത്ഥികളുടെയും സ്വപ്നമാണ്. ആ സ്വപ്നങ്ങൾക്ക് കാവലാളാകണം മാതൃരാജ്യം. നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സ്വന്തം പൗരന്മാരുടെ സുരക്ഷാ കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിയേണ്ടതാണ്. സർക്കാരിൻ്റെ ഔദാര്യമല്ല, പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശമാണ് ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ. വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ
ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. വിദേശ നയത്തിൽ ഇക്കാര്യം പ്രതിഫലിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്ന ഓരോ സംഭവത്തെയും രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനേൽക്കുന്ന ക്ഷതമായി കാണേണ്ടതാണ്. ആഭ്യന്തര വേദികളിൽ ശക്തമായ വിദേശ നയം എന്നവകാശപ്പെടുമ്പോൾ സ്വന്തം പൗരന്മാരുടെ സുരക്ഷിതത്വത്തിൽ സംഭവിക്കുന്ന ദൗർബല്യം ഗുരുതരമായ വീഴ്ചയാണ്.